ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി ഇൻ സ്കോട്ട്ലാൻഡ്. ഇനി ഞങ്ങളിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി. ജസ്റ്റ് ഈ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ എപ്പോഴും തണുപ്പ് സമയത്ത് കൂടുതലും മഴയും പിന്നെന്താ മൂടിയൊരു കാലാവസ്ഥയായിരിക്കും. നമുക്ക് വെയിലെന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബ്രൈറ്റായിട്ടുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങളൊന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. സ്കോട്ട്ലാൻഡ് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് നല്ല നേച്ചർലി വെരി ബ്ലെസ്ഡ് ആണ് ഈ പ്ലേസ് എന്ന് പറയുന്നത്. നമ്മളെവിടെ പോയാലും അവിടെ നല്ല എന്താ പറയുക, കണ്ണിന് വളരെ പ്ലഷറായിട്ടുള്ള സീനറീസ് ആയിരിക്കും ചുറ്റും. എനിക്ക് സ്കോട്ട്ലാൻഡ് വളരെ അധികം ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പണ്ട് മുതലേ എനിക്ക് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വീഡിയോസ് എടുത്ത് നോക്കാറുണ്ട്. അത് ഒരുപക്ഷെ എനിക്ക് ഹാരി പോട്ടറിൻ്റെ ഇഷ്ടമായതുകൊണ്ട്, ഹാരി പോട്ടറിൻ്റെ കഥകൾ ഇഷ്ടമായതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ സ്കോട്ട്ലാൻഡ് ഇഷ്ടപ്പെടാൻ കാരണം ചിലപ്പം അതായിരിക്കും. ഈ നടന്നു പോകുന്ന വഴിയൊക്കെ റിവർ സൈഡാട്ടോ. ഇവിടെ നമുക്ക് ഫിഷിങ് അലൗഡ് അല്ല. അതിൻ്റെ ബോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷിങ് ഇവിടെ അലൗഡ് അല്ല. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, ഫിഷിങ്ങിനുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഫിഷിങ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടുത്തെ പെർമിഷനൊക്കെ മേടിക്കണം. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ നിന്ന് ഫിഷിങ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെറുതെ ചെന്ന് നമുക്കൊരു ഫിഷിങ് ചെയ്യാനായിട്ട് അലൗഡ് അല്ല. നമുക്ക് ചെന്ന് അവരോട് പെർമിഷൻ ചോദിക്കുക. അതിനെന്തോ പ്രൊസീജിയേഴ്സൊക്കെ. പോകുന്ന വഴിക്ക് കുറേ ബോട്ടുകളൊക്കെ കണ്ടു. കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതും. എനിക്ക് തോന്നുന്നു ഇത് അവർ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കണം. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സ്കോട്ട്ലാൻഡ് ചൂസ് ചെയ്തത്, സ്കോട്ട്ലാൻഡ് എപ്പോഴും ഭയങ്കര തണുപ്പല്ലേ എന്നൊക്കെ. പക്ഷേ സ്കോട്ട്ലാൻഡ് തണുപ്പാണെങ്കിൽ പോലും വളരെ നല്ലൊരു പ്ലേസാണ്. എന്താ പറയുക, എന്തോ ഒരു പ്രത്യേക ഭംഗി. അതായിരിക്കും ചിലപ്പം സ്കോട്ട്ലാൻഡിനെ ഇഷ്ടപ്പെടാൻ കാരണം. ഇപ്പം ലൈഫ് സ്റ്റൈലായിരിക്കും, താമസിക്കാനാണെങ്കിൽ പോലും നല്ലൊരു സ്ഥലമാണ്. ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടെ. അതൊരു ശരിക്കും പറഞ്ഞാൽ അത് പറയേണ്ടത് തന്നെ ഒരു കാര്യമാണ്. ഇവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളിപ്പം വെറുതെ നടന്ന് പോവുകയാണെങ്കിൽ പോലും അവർ നമ്മളോട് ഹായ് അല്ലെങ്കിൽ ബൈ അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. അവരുടെ മുഖത്ത് എപ്പോഴും നമ്മൾ നോക്കുമ്പം സ്മൈലിംഗ് ആയിരിക്കും. എന്താ പറയുക, നമ്മൾ നോക്കുമ്പം തന്നെ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും നമ്മളെ നോക്കുന്നതും. പിന്നെ അവരെപ്പോഴും നമ്മളായിട്ട് മിണ്ടാനോ ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നടന്നു പോയോ അങ്ങനെ ഒന്നുമില്ല. ഇവിടുത്തെ സ്ഥലം പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. കുറേ കുഞ്ഞു താറാവുകളെ ഞങ്ങൾ കണ്ടു. നല്ല രസമുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതും ഒക്കെ കാണാനായിട്ട്. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും ഇവിടെ വരുമ്പോഴത്തേനും. ഞങ്ങളവിടെ നടന്ന് ചെല്ലുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് നീങ്ങിപ്പോയി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അവർ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടും കൂടിയാണ് ബാലക് പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരു പഴയ കാസലുണ്ട്. അത് ഓപ്പൺ അല്ല, പക്ഷെ നമുക്കതിൻ്റെ അടുത്തൊക്കെ പോയി കാണാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞങ്ങൾ പോയി കണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ എന്നാലും ഇപ്പോഴായാലും അവിടെ പോകാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീക്ക്ലി പോവാൻ, സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് വീക്ക്ലി ട്വൈസ് ഒക്കെ പോവാം. നല്ല എൻ്റർടൈനായിട്ട് ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ സ്വിങ്സും ശരിയൊരു പ്ലേ ഏരിയ തന്നെ ഉണ്ട് പിള്ളേർക്ക്. പക്ഷെ ഞങ്ങൾ അത്രയും ദൂരം കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നടക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ പോയില്ല. ശരിക്കും കുറച്ചും കൂടി പോയി കഴിയുമ്പോഴത്തേനും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ ഊഞ്ഞാലുകളും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞ് സ്പോർട്സൊക്കെ ഉണ്ട് കാണാനും കളിക്കാനും ഒക്കെ. പക്ഷേ ഇരുട്ട് ആയി തുടങ്ങിയ കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് ഒരു കുറച്ച് ദൂരം കൂടി പോയുള്ളൂ. കാരണം കുറേ നടന്നപ്പോഴത്തേനും തന്നെ എല്ലാവർക്കും മടുത്ത് തുടങ്ങി. പിന്നെ ഇരുട്ടുമായി തുടങ്ങി, തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ചെറുതായിട്ട് മടുപ്പായി. അപ്പോൾ തിരിച്ചു പോവാം എന്നുള്ള രീതിയിലായി എല്ലാവരും. ഇങ്ങനെ നിവർന്ന് കിടക്കുക കേട്ടോ. ഒരുപാട് പോകാനുണ്ട്. ഉള്ളിലോട്ട് നടന്ന് നമ്മൾ പോകുമ്പം ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ നടക്കാനുണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ എന്താ പറയുക, മടുക്കത്തില്ല. കാരണം നമ്മുടെ ബോത്ത് സൈഡ്സിൽ നമുക്ക് കാണാൻ ഇഷ്ടം പോലെ എന്താ പറയുക സീനറീസാണ്. അപ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ബോറടിക്കത്തില്ല.
പക്ഷേ എന്താ പിള്ളേർക്ക് മടുക്കും. കാരണം അവരുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ആ ഒരു പ്ലേ ഗ്രൗണ്ട്. പക്ഷെ അവിടെ വരെ പോകുന്നില്ലെന്ന് കേട്ടപ്പം പിന്നെ അവർക്ക് മടുത്തു തുടങ്ങി. എന്നെങ്കിൽ തിരിച്ചു പോവാം, ഇത്രയും നടക്കണ്ട, പോവാന്നുള്ള ഇത്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊന്നും നാട് അങ്ങനെ ഒരുപാട് മിസ് ചെയ്യില്ല. കാരണം ഇവിടെ നമ്മുടെ ഒരു എവിടെ നോക്കിയാലും ഒരു ഗ്രീൻ എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നോ അങ്ങനെയൊന്നും മിസ് ചെയ്യില്ല. പക്ഷേ എന്നാലും നാട് മിസ് ചെയ്യും. പക്ഷേ സ്ഥലങ്ങൾ കാണുമ്പം നമുക്ക് കുറച്ചും കൂടി ഒരു മനസ്സിന് സന്തോഷമുണ്ട്. കാരണം എവിടെ നോക്കിയാലും നമുക്ക് നല്ലൊരു എന്താ പറയുക നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞാൻ പറഞ്ഞോണം വെയിൽ വരണം. വെയിലില്ലെങ്കിൽ ഫുള്ളും കുളമായിരിക്കും. നമ്മൾ വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ. ഫുൾ ഇരുട്ടും മഴയും അങ്ങനെയായിരിക്കും. പക്ഷെ വെയിലുള്ളപ്പം നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റും നമുക്ക് പ്രത്യേകിച്ചൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടും. എനിക്കിവിടെ സ്പ്രിങ്ങായി കഴിയുമ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. എവിടെ നോക്കിയാലും പൂക്കളും കിളികളും നല്ല രസമായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിൻ്റർ മാറി വരുന്നുണ്ട് വിൻ്റർ. പക്ഷേ ഇപ്പോൾ സ്റ്റില് ഒരു തണുപ്പാണ് പൊതുവെ. അപ്പം അത് കാരണം കൊണ്ട് കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ തോന്നും. ചെടികൾ ഇങ്ങനെ ഇലകൾ ഇപ്പോൾ സ്റ്റിൽ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പക്ഷേ വിൻ്ററായ കാരണം കൊണ്ടാണ് നമുക്ക് അത്രയും ഭംഗി തോന്നില്ല ഈ സ്ഥലം കാണുമ്പം. പക്ഷേ സ്പ്രിങ്ങും സമ്മറൊക്കെ ആകുമ്പോൾ ഈ സ്ഥലത്ത് വരുമ്പം നിറയെ ഇവർക്ക് തിരക്കായിരിക്കും കേട്ടോ. ഇപ്പം ചെറിയതായിട്ട് തിരക്ക് കുറവാണ്. അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല വിൻ്ററായ കാരണം കൊണ്ട്. പക്ഷേ അല്ലാത്തപ്പം നല്ല തിരക്കുമായിരിക്കും. പിള്ളേരും ഫാമിലീസും പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെറിയൊരു വെളിച്ചം കാണുമ്പോഴത്തേനും അവർ പുറത്തോട്ട് ഇറങ്ങും. അവർ വീട്ടിലങ്ങനെ ഇരിക്കാറില്ല ഇവിടുത്തെ ആൾക്കാർ. ഈവൻ മഴയാണെങ്കിൽ പോലും അവർ ജോഗിങ്ങിനും പിന്നെന്താ ചുമ്മാ ഒരു വോക്കിനൊക്കെ ഇറങ്ങും. മഴയൊന്നും അവർക്ക് പ്രശ്നമല്ല. നമ്മളൊക്കെ ആണെങ്കിൽ മഴ പെയ്താൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തേ ഇല്ല. ഈവൻ തണുപ്പാണെങ്കിലും അങ്ങനെ നമ്മളെവിടെയെങ്കിലും ഇരിക്കാനേ നോക്കുള്ളൂ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടി ആക്റ്റീവാണ് ആ കാര്യത്തിൽ. അവർ ഫുൾ ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യാനേ ടൈം നോക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. കുറേ നടന്ന് ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊക്കെ മടുത്ത് തുടങ്ങി. പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും വീട്ടിലിരിക്കുമല്ലേ, അപ്പോൾ പിള്ളേർക്കും ചെറിയൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെയൊക്കെ നടന്നു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരൊക്കെ മടുത്തില്ല. പിന്നെ തിരിച്ച് പോവാം എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞു തുടങ്ങി. മതിയില്ലേ, നമുക്കിനി തിരിച്ച് പോയാലോ നടന്നാലോ എന്നൊക്കെ ആയി തുടങ്ങി. കാരണം ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയപ്പം പിന്നെയും കുറേ നടക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പം എല്ലാവർക്കും ഒരു മടി മുന്നോട്ട് പോകാനായിട്ട്. അവിടെ കുറേ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പിക്നിക്ക് പോലെ തന്നെ നമുക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുപോയി വേണമെങ്കിൽ അവിടെ പോയി കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വൈബാണ്. നമുക്ക് ഒരു പിക്നിക് മൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലേസിൽ പോയി നമുക്ക് സ്പെൻഡ് ചെയ്യാം കുറേ നേരം. അവിടെ ഫുഡ് ഉണ്ടാക്കിയും കഴിക്കാം, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഫുഡ് കൊണ്ടുപോയി വേണമെങ്കിൽ അവിടെ കഴിക്കാം. കൂടുതലും എപ്പോഴും ഷോർട്സ് അല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.